ഹായ്. അപ്പം നമ്മൾ ഇന്നൊരു യാത്ര പോവാണ് കേട്ടോ. ഈ യാത്ര എങ്ങോട്ടായിരിക്കും എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. ഇത് നമ്മുടെ തൃശ്ശൂർ കാച്ചേരിയിലുള്ള മൈനർ സെമിനാരിയാണ്. ഈ യാത്രയിൽ ഞാൻ മാത്രമല്ല കേട്ടാ, ഞങ്ങൾ കുറച്ച് 90 കിഡ്സ് ഉണ്ട്. ഞങ്ങൾ ഇന്ന് വരുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് ഈ മൈനർ സെമിനാരിയിൽ ഞങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ട ഒരാൾ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്, ഞങ്ങളുടെ ലിൻസനച്ചൻ. ഇനി ഞങ്ങളെങ്ങനെയാണ് ഒരു ഗ്യാങ് ആയെന്ന് അറിയണ്ടേ. ഞങ്ങൾ ഒരേ നാട്ടുകാരും ഒരേ ഏജുകാരും ചെറുപ്പം മുതലേ നല്ല കൂട്ടുകാരായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ 10th പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞങ്ങളുടെ എടവക പള്ളിയിലെ ഡീക്കൻ മിനിസ്ട്രിക്കായിട്ട് ലിൻസനച്ചൻ വരുന്നത്. അന്ന് തൊട്ടുള്ള സൗഹൃദമാണ് നമ്മുടെ. ഈ കൂടിച്ചേരലിനൊരു പ്രത്യേകതയുണ്ട്. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് എല്ലാവരും ഒരുമിച്ച് കണ്ടുമുട്ടുന്നത്. അപ്പോൾ ആ ഒരു ഹാപ്പിനെസ്സും എക്സൈറ്റ്മെൻറ്റും ഒക്കെ എല്ലാവരുടെ ഫേസിലുണ്ട് കേട്ടോ. അപ്പോൾ അതേ ലിൻസനച്ചന് വേണ്ടി ഞങ്ങൾ കട്ട വെയിറ്റിംഗ് ആണേ. തളിരണിഞ്ഞൊരു കിളിമരത്തിലെ കണിമലരേവാ പൂക്കാലം പൂക്കാലം വെയിലുദിക്കുന്ന വഴിയരികത്ത് തണലൊരുക്കാൻ വാ ആലോലം താലോലം ഒരു തരി കുങ്കുമവും കുനുമണിച്ചന്ദനവും പൊൽത്താലത്തിലെ പൊന്നാണ്യങ്ങളും ഭൂമാല്യങ്ങളും താ തന്നാനം തന്നാനം. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഈ കണ്ടുമുട്ടലിന് കുറച്ച് മധുരം കൂടുതലാട്ടാ ഞങ്ങൾക്ക്. ഞങ്ങളെ കണ്ടപ്പോഴുള്ള അച്ഛൻ്റെ ഒരു ഹാപ്പിനെസ്, അച്ഛനെ കണ്ടപ്പോഴുള്ള ഞങ്ങളുടെ ഒരു എക്സൈറ്റ്മെൻറ്റ്, അതൊക്കെ ആട്ടാ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണത്. ഞങ്ങൾ എത്ര പെട്ടെന്നാണ് ഞങ്ങൾ ആ പഴയ 10ാം ക്ലാസ്സായി മാറിയെന്ന് ഞങ്ങൾ ചിന്തിക്കുകയാണ്. ഇതിലിപ്പോൾ എല്ലാവരും മാരീഡാണ്, ഫാമിലി ആയിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ്, ഒരുപാട് ജോലി തിരക്കുകളുള്ളവരാണ്. ഇതിലിപ്പോൾ സിംഗിൾ ലൈഫിൽ ജീവിക്കുന്ന ഒരാൾ ഞാൻ മാത്രമായിരിക്കും. അപ്പോൾ ആ തിരക്കുകളൊക്കെ മാറ്റിവെച്ച് ഇന്നത്തെ ഒരു ദിവസം നമ്മുടെ ഒരുപാട് വർഷത്തെ ആ ഒരു കാത്തിരിപ്പ് സെറ്റായിട്ടുള്ള ഒരു ടൈമാട്ടാ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ദിവസം ഞങ്ങളങ്ങ് അടിച്ച് പൊളിച്ച് ആ ഒരു ഹാപ്പിനെസ് അങ്ങോട്ട് മൂവ് ഓൺ ചെയ്യാമെന്ന് തീരുമാനിച്ചു. നിതീഷിൻ്റെ കയ്യിൽ നിങ്ങൾ കാണുന്നത് അവിടുത്തെ ബ്രദേഴ്സിനും അച്ഛന്മാർക്കും വേണ്ടി ഞങ്ങൾ കൊണ്ടുപോയിട്ടുള്ള കുറച്ച് സ്വീറ്റ്സ് ആട്ടാ, നമ്മുടെ ഒരു സ്നേഹം. അത് കഴിഞ്ഞ് നമ്മുടെ ലിൻസനച്ചൻ സെമിനാരിയിലെ ഊട്ടുമുറിയിലേക്ക് ഞങ്ങളെ കൊണ്ടുപോയി. അവിടെ ഒരു അടിപൊളി ചായ അച്ഛൻ ഞങ്ങൾക്ക് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിലൊരുത്തനെ ചായ കുടിക്കില്ലെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ലിൻസനച്ചൻ അവനൊരു കട്ടൻ ഉണ്ടാക്കി കൊടുക്കണ രംഗം കൂടി ആട്ടോ നിങ്ങൾ കാണണേ. അതിനിടയിൽ അവിടെ വന്നിരുന്നൊരു അച്ഛനോട് ഞങ്ങളുടെ ഈ ഗ്യാങ്ങിനെ ലിൻസനച്ചനെ എങ്ങനെ പരിചയപ്പെട്ടെന്നുള്ള കഥ അച്ഛൻ പറഞ്ഞു കൊടുക്കാട്ടാ. എനിക്ക് ഒക്ടോബർ മാസത്തിൽ ഞാൻ എല്ലാ വീടുകളിലേക്ക് എത്തി. ഒറ്റ മാസം കൊണ്ട് എല്ലാ കണക്ഷനും ഇപ്പോഴും ഇതിനിടയിൽ ഇവന്മാര് അത് സ്വന്തം വീടാണെന്ന് വിചാരിച്ച് അവിടെ നിന്ന് സാധനങ്ങളൊക്കെ എടുത്ത് സ്വന്തമായിട്ടിരുന്ന് കഴിക്കുന്നുണ്ടാ. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അൽജോ പറയണത് അവൻ്റെ ഒരു ഡിയറസ്റ്റ് ഫ്രണ്ടിൻ്റെ കല്യാണം ഉണ്ട്, അതിന് പോവാതിരിക്കാൻ പറ്റില്ല, പോകണം എന്നുള്ളത്. അപ്പം എല്ലാവരും കൂടി അവനെ പൊരിക്കണ രംഗമാണ് നിങ്ങൾ കാണുന്നത്. ആ ഒരു രംഗം ഒരു മാസ് ലുക്കിൽ കുറച്ച് സ്ലോ മോഷൻ ഇട്ട് ഞാൻ സെറ്റാക്കിയെന്ന് മാത്രം. പിന്നെ ഒട്ടും ടൈം കളഞ്ഞില്ല കേട്ടാ. ഞങ്ങൾ ആ സെമിനാരിയുടെ പ്രകൃതി രമണീയത ആസ്വദിക്കാനായിട്ട് അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി. ഒരുമിച്ച് കൂടിയപ്പോൾ ഞങ്ങൾക്ക് പറയാനായിട്ട് ഒരുപാട് കഥകളുണ്ടായിരുന്നു കേട്ടാ. ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ 90 കിഡ്സാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് കടന്നു വന്നിട്ടുള്ള ടീംസാണ് ഞങ്ങൾ. പണ്ട് ഒരുമിച്ച് സ്കൂളിൽ പോയതും സ്കൂൾ കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ ക്രിക്കറ്റ്, കല്ലുകളി, ഒളിച്ചുപ്രാന്ത് കളി, അങ്ങനെ തുടങ്ങണം കേട്ടാ ഞങ്ങളുടെ കളികളുടെ നീണ്ട ലിസ്റ്റ്. പിന്നെ അതുപോലെ തന്നെ പള്ളിയിലേക്കൊക്കെ ഒരുമിച്ച് പോയിട്ടുള്ളത് ഞങ്ങളുടെ നല്ല ഓർമ്മകളാണ് കേട്ടാ. അങ്ങനെ വർഷങ്ങൾ ഇങ്ങനെ കടന്നു പോയപ്പോൾ പലരും പല ദിശയിലേക്കായി പോയിട്ടാ. കല്യാണം കഴിഞ്ഞു പോയി, ജോലിക്ക് പോയി, അങ്ങനെ. പക്ഷെ എപ്പോൾ കണ്ടുമുട്ടിയാലും ആ ഒരു വൈബ് ഞങ്ങൾക്ക് ഇപ്പോഴും ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. ഒരുപക്ഷെ ഞങ്ങളെക്കാൾ കൂടുതൽ ഹാപ്പിനെസ് ഫീൽ ചെയ്തത് ലിൻസനച്ചനാണെന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. കാരണം അവിടെയുള്ള അച്ഛന്മാരെടുത്തും ബ്രദേഴ്സിൻ്റെ അടുത്തും ഇത് എൻ്റെ പണ്ടത്തെ 10ാം ക്ലാസ്സുകാരെന്ന് പറയുമ്പോൾ അച്ഛൻ്റെ മുഖത്തുണ്ടാകുന്ന ആ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടല്ലോ, അത് ശരിക്കും ഞങ്ങൾ എൻജോയ് ചെയ്യായിരുന്നു. പിന്നെ അവിടുത്തെ മരങ്ങൾ കണ്ടപ്പോൾ പിന്നെ മരത്തമ്മ കയറാനായി എല്ലാവർക്കും പൂതി. ഇത്രയും കഷ്ടപ്പെട്ട് കയറിയതല്ലേ എന്നാൽ ഫോട്ടോ എടുക്കാനായി അച്ഛനും. അയ്യടാ, അങ്ങനെ നീ മാത്രം മരത്തമ്മ കയറണ്ടട്ടാ എന്ന് പറഞ്ഞ് പെൺപട പിന്നാലെ പിടിച്ചു. അപ്പം നീ എന്താ മരത്തമ്മ കയറിയില്ലേ എന്നുള്ള ക്വസ്റ്റ്യൻ കട്ട് ചെയ്തിരിക്കുന്നു കേട്ടാ. ആ വീഡിയോ ഇതിന്ന് സ്കിപ്പായി പോയിന്ന് മാത്രം.
അയ്യോ, ഇതിനിടയിൽ ഒരു കാര്യം പറയാൻ മറന്നു പോയിട്ടാ. നമ്മുടെ അൽജോനെ നേരത്തെ പറഞ്ഞ കല്യാണത്തിന് പോയിട്ടാ. തീരെ ഒഴിവാക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയതുകൊണ്ട് മാത്രമാണ് ആശാൻ പോയത് എന്ന് വീഡിയോയിൽ പ്രത്യേകം പറയാനും പറഞ്ഞിട്ടാ. അപ്പോൾ ലിൻസിനച്ചനും കൂട്ടി ഞങ്ങൾ അടുത്ത ലൊക്കേഷനിലേക്കുള്ള യാത്രയിലാട്ടാ. ആ യാത്ര ചെന്ന് അവസാനിച്ചത് അയ്യന്തോളമുള്ള മീനോളജി സീ ഫുഡ് കിട്ടണ റെസ്റ്റോറൻറ്റിലാട്ടാ. അവിടുത്തെ ഫുഡ് അടിപൊളിയാന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, ഞങ്ങൾ അങ്ങോട്ട് വിട്ടു. അതിൻ്റെ ഇടയിൽ കൈ വാഷ് ചെയ്യാൻ പോയപ്പോഴാണ് മിറർ കാണുന്നത്. പിന്നെ ഒരു മിറർ കണ്ട ഒരു ഫോട്ടോ വീഡിയോ എടുത്തില്ലെങ്കിൽ പിന്നെ എന്ത്. അപ്പം പിന്നെ ഞങ്ങളൊന്നും നോക്കിയില്ല, അതിന് മുമ്പിൽ നിന്ന് ഞങ്ങളൊന്ന് ചാഞ്ചാടി. അങ്ങനത്തെ അവിടെ വന്നിരുന്ന് ഏത് ഫുഡ് ഓർഡർ ചെയ്യണമെന്നുള്ള ഡിസ്കഷനിലാട്ടാ ഞങ്ങൾ. ഫിഷുകളുടെ തന്നെ പലതരത്തിലുള്ള വെറൈറ്റി സംഭവങ്ങൾ മീനോളജിയിലുണ്ട് കേട്ടോ. സംഭവം എല്ലാം ഫ്രഷ് ആയതുകൊണ്ട് തന്നെ ഫുഡ് എത്താൻ കുറച്ച് ടൈം എടുത്തുട്ടാ. പക്ഷെ അതിനിടയിൽ ആ ഒരു റെസ്റ്റോറൻറ്റ് തന്നെ ഞങ്ങൾ തലകീഴായി മറിച്ചെന്ന് പറയും. നിതീഷിൻ്റെ കുറേ അഡ്വൈസ് കേട്ടപ്പോൾ ഞങ്ങളെല്ലാവരും ഞെട്ടിപ്പോയിട്ടാ. ദൈവമേ, ആ ചെറിയ ചെക്കൻ ഇത്രയ്ക്കും ലെവലിലേക്ക് വളർന്നു എന്ന് വരെ ഞങ്ങൾ ചിന്തിച്ചു പോയി. ഡാ, നീ പറഞ്ഞ ആ ഡയലോഗ്സൊക്കെ ഒന്നുകൂടി പറയോടാ, ഞങ്ങൾക്ക് ക്യാമറയിൽ പകർത്തി വെക്കാനാ. നാളെ എപ്പോഴെങ്കിലും ഞങ്ങൾക്ക് ആവശ്യം വരുമ്പോൾ അത് ഉപകാരപ്പെടല്ലോ എന്ന് അവനെ പറഞ്ഞ് വട്ടാക്കണതാണിത്. ദേ, അപ്പോഴേക്കും നമ്മൾ പറഞ്ഞ ഐറ്റംസൊക്കെ നമ്മുടെ മുമ്പിൽ എത്തിയിട്ടാ. ഫുഡ് നമ്മൾ കഴിച്ചു, അടിപൊളിയാണ്. ഫിഷ് ഐറ്റംസൊക്കെ ഇഷ്ടപ്പെടുന്നവർ ശരിക്കും ഇവിടെ വരണട്ടാ. അതുപോലെ തന്നെ ആ എന്തോളു വഴി നിന്ന് ക്രോസ് ചെയ്ത് പോകുമ്പോൾ നിങ്ങൾ ഈ മീനോളജിയിൽ കയറണട്ടാ, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. ഇതൊരു പ്രമോഷനാണെന്നൊന്നും നിങ്ങൾ ചിന്തിക്കരുത്. നമുക്ക് ഇഷ്ടപ്പെട്ടു, അത് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തെന്ന് മാത്രം. അങ്ങനെ ഇന്നത്തെ കൂടിച്ചേരൽ താൽക്കാലികമായിട്ട് ഇവിടെ അവസാനിക്കാട്ടാ. അപ്പം അച്ഛനെ തിരിച്ച് സെമിനാരിയിൽ കൊണ്ടാക്കാൻ ഞങ്ങൾ വന്നിരിക്കുകയാണ്. ഇനിയും കാണണം എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ ഞങ്ങൾക്ക് യാത്ര തരാട്ടാ. അച്ഛൻ പെട്ടെന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞങ്ങൾക്കൊക്കെ ഒരു ചെറിയ സങ്കടമായെങ്കിലും ഇനിയും കാണാലോ എന്ന് ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. അച്ഛാ, ഓക്കേ അച്ഛാ, ബൈ, താങ്ക് യു സോ മച്ച്. അതിന് വിഷമായിട്ടാ. അച്ഛൻ ഞങ്ങൾ വരൂ, ഇനി വരൂ. അയ്യോ, അച്ഛൻ കരഞ്ഞൂടി. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം കടന്നുപോയിട്ടാ. ഞങ്ങളെല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഈ ഒരു ദിവസം ഞങ്ങൾക്ക് അടിപൊളിയായിരുന്നു. ഇനിയും കണ്ടുമുട്ടാം എന്നൊരു പ്രതീക്ഷയോടെ ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് പടിയിറങ്ങി. ഞങ്ങളാക്കിയ കുറച്ച് നല്ല സമയങ്ങൾ. ഇവിടെ നിന്ന് പടിയിറങ്ങുമ്പോൾ ഇനി ഓരോരുത്തരും അവരുടേതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളിലേക്കാണ് പോണത്. അങ്ങനെ ഈ ഒരു ദിവസം കൂടി ഓർമ്മയുടെ താളുകളിലേക്ക്. വെയിലുദിക്കുന്ന വഴിയരികത്ത് തണലൊരുക്കാൻ വാ, ആലോലം താലോലം. ഒരു തരി കുങ്കുമവും കുനുമണിച്ചന്ദനവും പൊൽത്താലത്തിലെ പൊന്നാണ്യങ്ങളും ഭൂമാല്യങ്ങളും താ